മൺപാത്രം കൊണ്ടുള്ള ഒരു സാധാരണ ഫ്ലവർ വേസ് പെയിന്റ് ചെയ്ത് എങ്ങനെ മനോഹരമാക്കാമെന്ന് കണ്ടാലോ. വെറും ഫ്ലവർ വേസ് കൂടുതൽ ഭംഗിയായാൽ അത് വെച്ചിരിക്കുന്ന മുറി തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മൺപാത്രം, പെയിന്റ്, ബ്രഷ്, പശ, ക്ലേ എന്നിവയാണ്. ആദ്യം തന്നെ നമുക്ക് മൺപാത്രം പെയിന്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ 3 കളർ പെയിന്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ എടുത്തിരിക്കുന്നത് നീല, വെള്ള, ചുമപ്പ് എന്നീ നിറത്തിലുള്ള പെയിന്റുകളാണ്. ആദ്യം തന്നെ നമുക്ക് ചുവന്ന പെയിന്റ് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നീല പെയിന്റും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അവസാനമായിട്ട് വെള്ള പെയിന്റ് കൂടി മിക്സ് ചെയ്യണം. ഇപ്പൊ നമുക്ക് വേറെ ഒരു നിറം കിട്ടിയിട്ടുണ്ട്. ഇനി ഈ നിറം നമുക്ക് ഈ പാത്രത്തിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മുഴുവനായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതിനി ഉണങ്ങാനായിട്ട് വിടണം. അടുത്തതായിട്ട് വെള്ള നിറത്തിലുള്ള ക്ലേ എടുത്ത് അതൊരു പൂവിന്റെ ഷേപ്പിൽ ആക്കിയെടുക്കുക. ഇവിടെ ആക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ള പെയിന്റ് കൊണ്ട് കളർ ചെയ്ത് കൊടുക്കണം. ഒന്നുകൂടി നല്ല ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ള പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്തരം കുറച്ചധികം പൂക്കൾ ക്ലേ കൊണ്ട് നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ പൂക്കള് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൺപാത്രത്തിന്റെ പുറത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ പൂക്കളുടെ ചില സൈഡില് ഗോൾഡൻ പെയിന്റ് കൊണ്ട് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളർ വന്നിട്ടുണ്ട്. ഇനി പച്ചയും മഞ്ഞയും പെയിന്റുകൾ മിക്സ് ചെയ്തതിന് ശേഷം ഈ പാത്രത്തിന്റെ ഒട്ടിച്ച പൂവുകൾക്കിടയിലൂടെ ഇലകളായിട്ട് വരച്ചു കൊടുക്കാം. എല്ലാ പൂവുകൾക്ക് ചുറ്റും ഇലകൾ വരച്ചിട്ടുണ്ട്. പാത്രത്തിന്റെ മുകളിൽ ഒരു ഫിനിഷിംഗ് കിട്ടാനായിട്ട് ഗോൾഡൻ പെയിന്റ് കൊണ്ട് ഒന്നുകൂടി കളർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലവർ വേസ് കൂടുതൽ ഭംഗിയായിട്ടുണ്ട്. ഇതിനുള്ളിൽ നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് അലങ്കരിക്കാം. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന വെറും മൺപാത്രത്തെക്കാളും ഇത്തരം ഡിസൈൻ ചെയ്തിട്ടുള്ള പാത്രം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാകും. നിങ്ങളും ഇതുപോലെ പഴയ ഫ്ലവർ വേസ് ഭംഗിയാക്കി എടുക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.